പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് 1 കൊരിന്തോസ് 2:16. ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 2:16. ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത നാളുകളിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ദൈവജനം അട്ടപ്പാടിയിൽ വന്ന് അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ യേശുക്രിസ്തു തൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ ചില കാര്യങ്ങൾ പഠിപ്പിക്കണം, അല്ലെങ്കിൽ പ്രബോധനം കൊടുക്കണം, അല്ലെങ്കിൽ വെളിപ്പെടുത്തണം എന്ന് ചെറുതായിട്ട് ചിന്ത വരികയുള്ളൂ. പക്ഷെ അതിനെക്കുറിച്ച് വലിയ ഉൾക്കാഴ്ചകളൊന്നും കിട്ടാതിരിക്കുമ്പോഴാണ് ഓരോ വ്യക്തികളുടെയും യേശു ക്രിസ്തു അവരെ കൊണ്ടുവന്ന് ഈശോ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ അതരങ്ങളിലൂടെ സംസാരിക്കുന്ന ഒരു അനുഭവം. ഈ അടുത്ത കാലത്ത് ഒരു കുടുംബം വന്ന് ഒരു അനുഭവം പങ്കുവച്ചപ്പോൾ എൻ്റെ മനസ്സിനെ അത് വല്ലാതെ സ്പർശിച്ചു. എൻ്റെ പേര് യോഹന്നാൻ. ഞാൻ കൂത്താട്ടുകുളം വടകര സെൻറ്റ് ജോൺസ് പള്ളി ഇടവകയിലുള്ള ആളാണ്, എറണാകുളം ജില്ലയിൽ. ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ കുഞ്ഞിന് എൻ്റെ മകനും മരുമകളുമാണ് നിൽക്കുന്നത്. അവരുടെ ഓരോ കുട്ടികളാണിത്. ഇളയ കുട്ടി ആൺകുട്ടിയാണ്, മൂത്ത കുട്ടി പെൺകുട്ടിയാണ്. ഈ ഇളയ കുട്ടിയുടെ സാക്ഷ്യം പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ കുട്ടിയെ സംബന്ധിച്ച് ഡോക്ടർമാർ പറഞ്ഞു ഒരു വാക്യം നിങ്ങളോട് ഞാൻ ആദ്യം പറയട്ടെ. ഡോക്ടർ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ഓൺ അവർ മെറിറ്റ്, ഇറ്റ് ഈസ് എ മേഴ്സി ഓഫ് യുവർ ഗോഡ് ആൻഡ് യുവർ ഫെയ്ത്ത് വിച്ച് ഹാസ് ഹീൽഡ് ഹിം. ദൈവം ഞങ്ങളുടെ മിടുക്കുകൊണ്ടല്ല, നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ദൈവത്തിൻ്റെ കഴിവും കൊണ്ടാണെന്ന് പറഞ്ഞത് ആരാണെന്നറിയാവോ? കുവൈറ്റിലെയും ഈജിപ്തിലെയും ഇന്ത്യയിലെയും 3 ഡോക്ടർമാർ ഒരുമിച്ചാണ് പറഞ്ഞത്. അവർ ഹിന്ദുക്കളും അറബികളുമായിരുന്നു അവരുടെ ഡോക്ടർമാർ. അവർക്ക് ഞങ്ങളുടെ വിശ്വാസത്തിലായിരുന്നു അവർക്ക് കൂടുതൽ വിശ്വാസം. ഇനി എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം. ഈ കുട്ടി ഉണ്ടായത് 2018 ജൂൺ മാസം 14-ാം തീയതി കുവൈറ്റിൽ വെച്ചാണ് ഉണ്ടായത്. നിങ്ങൾക്ക് സ്ത്രീകൾക്കല്ല, ഈ കുട്ടികളിലെല്ലാം സ്കാനിങ് സമയത്ത് ഇതിൻ്റെ ചെറുകുടൽ പിരിഞ്ഞു കിടന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് അവർ കണ്ടുപിടിച്ചത്. കുട്ടി വീട്ടിൽ വന്നതിന് ശേഷം തിരിച്ചു പോയതിന് ശേഷം കണ്ടുപിടിച്ച് മുലപ്പാൽ കൊടുത്തിട്ട് ഇൻഫെക്ഷനായി. കുട്ടിയിൽ നിന്ന് വയറ്റിൽ നിന്ന് ബ്ലഡ് പോകാനും ഭയങ്കര കോംപ്ലിക്കേഷൻ സീരിയസ് ആയി. കുട്ടിയെ ഓടിച്ചെന്ന് ആശുപത്രിയിൽ കൊണ്ടുചെന്നു. അവർ സ്കാൻ ചെയ്ത് അവർ ഇമ്മീഡിയറ്റ്ലി അത് സർജറി ചെയ്ത് അത് നേരെ ഇടാനായിട്ട് നോക്കി. പക്ഷേ ആ സർജറികളൊന്നും വിജയിച്ചില്ല. പല പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കുട്ടിക്ക് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഈ കുട്ടി, അങ്ങനെ ചുരുക്കത്തിൽ ഞാൻ പറയാം, അങ്ങനെ ഈ കുട്ടി 6 മാസത്തോളം അവരുടെ നിരീക്ഷണത്തിലും കിടത്തിലും ആശുപത്രിയിൽ കിടന്നു. അതിൽ 1 മാസത്തോളം വെന്റിലേറ്ററിൽ അവന് പോകേണ്ടി വന്നു പല പ്രാവശ്യം. മകനാണ്, ആ കുട്ടിയുടെ അപ്പനാണ് പറഞ്ഞത്, കുട്ടിയുടെ വല്യപ്പൻ പറഞ്ഞു. മകന് 3ാമത്തെ സർജറിക്ക് ശേഷം അതിശക്തമായ ഒരു ഗ്രാം നെഗറ്റീവ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മകൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഏകദേശം 1000-ലേക്ക് എത്തിയായിരുന്നു. ഒരു ദിവസം 3 നേരം വരെ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുമായിരുന്നു. അങ്ങനെ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ നടത്തി അവരുടെ കയ്യിലുള്ള ഇവൻ്റെ ബ്ലഡിന് മാച്ച് ചെയ്യുന്ന പ്ലേറ്റ്ലെറ്റ് എല്ലാം തീർന്നു. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ ആണെങ്കിലും ഒറിജിനൽ പേറ്റൻറ്റഡ് മൊഡ്യൂൾ, ഏറ്റവും നൂതനമായ ട്രീറ്റ്മെൻറ്റാണ് മകന് കൊടുത്തിരുന്നത്. അങ്ങനെ എല്ലാ ഡോക്ടർമാർക്ക് കഴിവ്, അവർക്ക് പ്രത്യേകിച്ച് പല രാജ്യങ്ങളിൽ നിന്ന് ഡോക്ടർമാർ മാക്സിമം ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ, അതുകൊണ്ട് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റും ഏറ്റവും നല്ല ഇഞ്ചക്ഷനും ഏറ്റവും നല്ല മെഡിസിനും കൊടുത്തതാണ്. എന്നിട്ടും ഒരു റിസൾട്ട് അങ്ങനെ അന്ന് ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ ഇനി തിരിച്ചില്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. ഏകദേശം ക്ലിനിക്കലി മകൻ മരിച്ചിരുന്നു മകൻ. ദൈവമേ, ഡോക്ടർമാരപ്പോൾ മനസ്സിലായി ക്ലിനിക്കലി
ഡെത്ത് സംഭവിച്ചു. അതുകൊണ്ട് പറഞ്ഞു ഇനി ഇല്ല. അപ്പോൾ അവർക്കത് ഡോക്ടർമാർക്ക് ഫുള്ള് പറയാൻ പറ്റാതെ, അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഡോക്ടർമാർ ഒരു മീറ്റിംഗ് കൂടി ഇതൊക്കെ പറയേണ്ടി, അത്രയും അവർക്ക് അത്രയും വിശ്വാസമായി. അങ്ങനെ അന്നാണ് ഞങ്ങളുടെ മകൻ ഈ ലോകത്ത് നിന്ന് വാങ്ങി പോവുകയാണെങ്കിൽ അവനൊരു ക്രിസ്ത്യാനിയെയും വാങ്ങിപ്പോകണമെന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ അച്ഛനെ വിളിച്ച് എല്ലാ ശുശ്രൂഷകളും നടത്തിയത്. അന്ന് എൻ്റെ മകനെ നോക്കിയിരുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്ററാണ് പറഞ്ഞത് 7 എപ്പിസോഡ് അഭിഷേക് കാണണമെന്ന് പറഞ്ഞത്. അഭിഷേകാഗ്നിയുടെ 7 എപ്പിസോഡ് നിങ്ങൾ കാണാൻ നിർദ്ദേശം കൊടുത്ത സിസ്റ്റർ. അന്ന് ഞങ്ങൾ 4 കണ്ടു. പിറ്റേ ദിവസം രാവിലെയും വീണ്ടും. പിന്നെ ഞങ്ങളതൊരു ദിനചര്യയാക്കി ഞങ്ങളുടെ. അത് സിസ്റ്റർ പറഞ്ഞ ഉദ്ദേശം നേഴ്സല്ലേ? നേഴ്സാണ്. പള്ളിയിൽ അച്ഛന് എൻ്റെ മകനെ നോക്കിയിരുന്ന ഹോസ്പിറ്റലിലെ നേഴ്സാണ് പറഞ്ഞത്. അപ്പം നോക്കി വിശ്വാസത്തിൻ്റെ പവർ കണ്ട. അപ്പം നേഴ്സ് കുട്ടിയുടെ സ്ഥിതിയും കണ്ട് നേഴ്സിന് ഏതാണ്ട് മനസ്സിലായി ക്ലിനിക്കലി കുട്ടിയുടെ അന്ത്യം സംഭവിച്ചതിൻ്റെ ആ വക്കത്ത് നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്തു? നേഴ്സ് പറഞ്ഞു നിങ്ങൾ അഭിഷേകത്തിന് 7 എപ്പിസോഡ് ഈ നിയോഗം വെച്ച് കാണാൻ പറഞ്ഞു. അപ്പോൾ ഇവർ 6 അന്ന് തന്നെ കണ്ടു. പിറ്റേ ദിവസം അവിടെ കണ്ടു. പിന്നെ അതൊരു ദിനചര്യയാക്കി ഞങ്ങൾ എല്ലാ ദിവസവും. അന്ന് തന്നെ അവർ 6 കണ്ടു. ഈ നിയോഗം വെച്ച് എൻ്റെ മകൻ ജീവിക്കണം എന്ന് പറഞ്ഞ് 6 കണ്ട് അത് വെച്ച് അപ്പോഴത്തേനും സമയം തീർന്നു. പിറ്റേ ദിവസം ബാക്കി 1 അവിടെ കണ്ടു. പിറ്റേ ദിവസത്തെ അത്ഭുതം അല്ലേ? എല്ലാവരും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. മകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് കണ്ട് ഭയങ്കര സംഭവം. എൻ്റെ മകൻ്റെ ചെറുകുടലിൻ്റെ 65% പൂർണ്ണമായും ജീർണിച്ച് പോയതായിരുന്നു. ചെറുകുടൽ, അതായത് ആദ്യം ശരിക്കും അത് കുടലിങ്ങനെ മറിഞ്ഞു കിടന്നവരറിയാത്തില്ലേ? ആദ്യം കുടൽ തിരിഞ്ഞ് കെട്ടുകൂടി കിടക്കുകയായിരുന്നു. ഉണ്ടായി 2ാമത്തെ ദിവസം അവർ ഓപ്പൺ ചെയ്ത് കുടൽ നേരെയാക്കി വെച്ചു. പക്ഷേ ഏകദേശം 65, അതായത് 100 സെൻറ്റിമീറ്ററിൽ 65 സെൻറ്റിമീറ്ററും കെട്ടുകൂടി കിടന്നതുകൊണ്ട് അത് മുറിച്ചു മാറ്റാൻ അവർക്ക് പറ്റില്ല. കാരണം ജീർണിച്ചു പോയി. അതെ, 35 സെൻറ്റിമീറ്റർ കൊണ്ട് ഒരു കുട്ടി ഒരിക്കലും ജീവിക്കില്ല എന്ന കാരണം കൊണ്ട്. പിക്ചർ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ താൽക്കാലികമായി അടച്ചു വെച്ചു, എന്താണ് മുമ്പോട്ട് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായി. അങ്ങനെ 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വയറ് വല്ലാതെ വീർത്തപ്പോൾ അവർ വീണ്ടും ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ കടൽ കംപ്ലീറ്റായി ജീർണിച്ചതായി അവർ മനസ്സിലാക്കി. അങ്ങനെ അവർ 35 സെൻറ്റിമീറ്ററിന് ശേഷം അവിടുന്ന് മുറിച്ച് വയറിൽ ഒരു ദ്വാരമുണ്ടാക്കി ആ ദ്വാരത്തിലൂടെ നല്ല കുടൽ ഒരു ബാഗിലാക്കി വെച്ചു. അങ്ങനെ ഏകദേശം അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇതിന് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം 1.5-2 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വൻകുടൽ വീണ്ടും ചുരുങ്ങാൻ തുടങ്ങി. ഭക്ഷണമൊന്നും ചെല്ലാതെ അങ്ങനെ വൻകുടൽ ചുരുങ്ങാൻ തുടങ്ങി. സ്ട്രക്ചർ എന്ന് പറയും, അവരുടെ രോഗം അതാണ്, സ്ട്രക്ചർ എന്നൊരു പറഞ്ഞു. അങ്ങനെ വയർ വല്ലാതെ വീർത്തു. വയർ വീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വൈകുന്നേരം എമർജൻസിയായി വീണ്ടും സർജറി ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ വയറിൽ ധാരാളം ഫ്ലൂയിഡ്സ് ഉണ്ടാകും ഭക്ഷണം ദഹിക്കാനായി. വൻകുടൽ ഒട്ടിപ്പോയതുകൊണ്ട് ഈ ഫ്ലൂയിഡ്സ് പാസ് ചെയ്യാതെ അത് കെട്ടിക്കിടന്ന് ചലമായി മാറിയായിരുന്നു, പഴുപ്പായി മാറിയായിരുന്നു. അങ്ങനെ കെട്ടിക്കിടന്ന ഈ പഴുപ്പ് ഓൾറെഡി ചെറുകുടൽ മോശമായതുകൊണ്ട് ചെറുകുടൽ പൊട്ടി വയറിൻ്റെ അകത്ത് മുഴുവൻ വ്യാപിച്ചിരുന്നു. അങ്ങനെ ശരീരം മുഴുവൻ ഇൻഫെക്ഷനായി. ഗ്രാം നെഗറ്റീവും ഗ്രാം പോസിറ്റീവും 2 ഇൻഫെക്ഷനായി. അപ്പോൾ അന്ന് ഡോക്ടർമാർ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെയാണ് അന്ന് 3ാമത്തെ സർജറിക്ക് എടുത്തത്. അങ്ങനെ 5 മണിക്കൂർ നീണ്ട സർജറി. 5 സർജറിയിൽ ഓപ്പൺ ചെയ്ത് വയറിൻ്റെ അകം മൊത്തം ക്ലീൻ ചെയ്ത് വയറിൻ്റെ സൈഡിൽ മറ്റൊരു ദ്വാരം കൂടി ഉണ്ടാക്കി വൻകുടൽ കൂടി മറ്റൊരു ബാഗിലാക്കി വെച്ചു. അങ്ങനെ ശരീരത്ത് മൊത്തം 4 ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. 2 സൈഡിലും ഓരോ ബാഗ് പിടിപ്പിച്ച് 2 സൈഡിൽ ഒരു സൈഡിൽ ചെറുകുടൽ, ഒരു സൈഡിൽ വൻകുടൽ, പിന്നെ 2 ദ്വാരങ്ങൾ, അതായത് പഴുപ്പും മറ്റും പോകാനായി അവർ 2 ഡ്രെയിൻ പോയിന്റുകൾ വെച്ചിരുന്നു. അങ്ങനെ ആ സർജറിക്ക് ശേഷം മകൻ ഏകദേശം 10 ദിവസമായിട്ടും ജീവിതത്തിലേക്ക് അവൻ തിരിച്ചു വന്നില്ല. അവൻ പൂർണ്ണമായും വെന്റിലേറ്ററിലായിരുന്നു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് അങ്ങനെ ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വല്ലാതെ വിഷമം തോന്നി ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ അന്ന് പള്ളിയിൽ പോയി ഞങ്ങൾ കുമ്പസാരിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾക്ക് പറയാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടെ പോയി അച്ഛൻ്റെ അടുത്ത് പൊട്ടിക്കരഞ്ഞതേ ഉള്ളൂ. അച്ഛനൊരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തലയിൽ കൈ വെച്ച് ഞങ്ങളോട് പൊക്കളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാ ദിവസവും അവിടെ കുർബാനയില്ല,
അപ്പോൾ അച്ഛൻ പറഞ്ഞു തിങ്കളാഴ്ച കുർബാന കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ഏകദേശം 10:30 ആയപ്പോൾ അച്ഛൻ കുർബാന കഴിഞ്ഞ് അച്ഛൻ വന്നു. ഇവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു മരിക്കുന്നതിന് മുമ്പ് നല്ല മാമോദിസ കൊടുത്ത്, അങ്ങനെ മരക്കണ തൊട്ട് മുമ്പാണ് അത് മാമോദിസ, കുട്ടിക്ക് വീട്ടു മാമോദിസ കൊടുക്കുന്ന പോലെ അച്ഛനെ കൊടുന്ന് അവിടെ നല്ല മാമോദിസ കൊടുത്ത് ഇനി മരിക്കുക, അതായത് ഇനി സ്വർഗത്തിലേക്ക് പോട്ടെ എന്നുള്ള ആ ഒരു മാമോദിസ കൊടുക്കാൻ വേണ്ടി തയ്യാറ്. പിറ്റേ ദിവസമാണ് അങ്ങനെ അന്ന് രാത്രി വന്ന് തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് പോയി. അത് കഴിഞ്ഞ് അന്ന് നീര് മൂലം ഏകദേശം 6.4 കിലോ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും നീരെല്ലാം കുറഞ്ഞ് 4.2 കിലോയായി. അവൻ്റെ വെന്റിലേറ്റർ രാത്രി കൊണ്ട് 2 കിലോ അങ്ങോട്ട് കുറഞ്ഞു. കുടലെല്ലാം ജീർണിച്ച് ഭയങ്കര ഒരു ഡോക്ടർമാർ പറഞ്ഞു വെറുതെ അല്ല, നീ തിരിച്ച് പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരം അന്ന് രാവിലെ ഡോക്ടർ വന്ന് കണ്ടിട്ട് വെന്റിലേറ്റർ സപ്പോർട്ട് പകുതിയാക്കി കുറച്ചു. ഉച്ചയായപ്പോഴത്തേക്കും സ്റ്റാൻഡ് ബൈ ആയി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും പൂർണ്ണമായും വെന്റിലേറ്റർ എടുത്ത് മാറ്റി. 24 മണിക്കൂറിനുള്ളിൽ വെന്റിലേറ്റർ മാറ്റി ആളെ പുറത്തേക്ക് കൊടുന്നു. അത്രയും മിറക്കിൾ അല്ലേ, മിറക്കിൾ. അതെ, എൻ്റെ മകനെ നോക്കിയിരുന്ന സിസ്റ്റർ പറഞ്ഞത് എന്തു പറ്റിയെന്ന് അറിയില്ല, രാത്രി മുഴുവൻ മകൻ മൂത്രമൊഴിക്കായിരുന്നു. ഭയങ്കരമായ കുട്ടിയിൽ ഭയങ്കര വ്യത്യാസം. ഡോക്ടർമാരും വന്ന് കണ്ടു, അവർക്കും വിശ്വസിക്കാനായില്ല. അങ്ങനെയാണ് അവർ വെന്റിലേറ്റർ പകുതിയാക്കി കുറച്ചത്. അങ്ങനെ വലിയൊരു അത്ഭുതം. അപ്പോൾ നോക്കിയേ, പൗരോഹിത്യത്തിൻ്റെ ഒരു പ്രാർത്ഥന അവിടെ എത്തി. എന്ന് ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയൊരു അത്ഭുതം അല്ലേ? നിങ്ങൾക്ക് കുമ്പസാരിക്കാൻ അങ്ങനെ തോന്നി അല്ലേ? നിങ്ങളുടെ ഉള്ളിൽ തോന്നി പോയി പള്ളിയിൽ പോയി അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കണമെന്ന് തോന്നി അല്ലേ? അന്ന് ഒരു കഴിഞ്ഞ വർഷം ഒരു ബാംഗ്ലൂർ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആ ബ്രദറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അന്ന് അവിടെ വെച്ച് ബ്രദർ പറഞ്ഞൊരു വചനമുണ്ടായിരുന്നു, യോശുവ പ്രവാചകൻ്റെ, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കും, നാളെ നിങ്ങളുടെ ഇടയിൽ യഹോവ അത്ഭുതം പ്രവർത്തിക്കും. ജോഷുവ 3:5 അല്ലേ? അതെ, ജോഷുവ 3, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. അച്ഛൻ്റെ ടീമിലുണ്ടായിരുന്ന ഒരു ബ്രദർ ബാംഗ്ലൂർ കൺവെൻഷന് പറഞ്ഞൊരു വചനമായിരുന്നു അത്. താഞ്ചൻ ബ്രദർ അല്ലേ? ഒരു വണ്ണമുള്ള ബ്രദർ, ബാംഗ്ലൂർ കൺവെൻഷന് പറഞ്ഞ വചനമായിരുന്നു. അഭിഷേകത്തിന്റെ കൺവെൻഷൻ ആയിരുന്നോ? അഭിഷേകത്തിന്റെ കൺവെൻഷന് ബാംഗ്ലൂർ. അപ്പൊ നിങ്ങൾ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ യൂട്യൂബിൽ ഓൺലൈനിൽ കുവൈറ്റ് ഇരുന്ന് കേട്ടു അല്ലേ? അതെ. അപ്പൊ അന്ന് കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഒരു വചനം കർത്താവ് പറഞ്ഞിരുന്നു. അപ്പോൾ വചനം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, വെറുതെ അല്ല വചനം പറഞ്ഞ, കർത്താവാണ് വചനം പറയണത്. അവിടെ നിൽക്കുന്നത് ബ്രദറോ സിസ്റ്ററോ അച്ഛനോ ആയിരിക്കും, പക്ഷെ പറയണത് കർത്താവാണ്. ദൈവം എത്തിക്കേണ്ടടുത്ത് എത്തിച്ചോളും. ഇവർ കുവൈറ്റ് ഇരുന്ന വചനം കേട്ട് ജോഷുവ 3:5, ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ ഒരു വചനം ഈ ആശുപത്രി ഈ സമയത്ത് ഇവർക്ക് കർത്താവ് പൊക്കിക്കൊണ്ടുവന്നു, ഓർമ്മപ്പെടുത്തി. ഉടനെ ഇവർ 2 പേരും കൂടെ കുമ്പസാരത്തിന് പള്ളിയിലേക്ക് അങ്ങോട്ട് ചെന്നു. കുമ്പസാരിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയൊന്നും അല്ല. അവിടെ ചെന്ന് അച്ഛനെ കണ്ടു കുമ്പസാരം വാവിട്ട് അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു. ഇത്രേ ഉള്ളൂ കുമ്പസാരം. ഒരൊറ്റ ആശീർവാദം, പാവം അനുഗ്രഹിച്ച് അങ്ങോട്ട് വിട്ടു. അച്ഛൻ പറഞ്ഞു, ഞാൻ കുർബാന അർപ്പിച്ചിട്ടുണ്ട്, വരാമെന്ന് പറഞ്ഞു. അച്ഛൻ ശരിക്കും പ്രാർത്ഥിച്ചൊരുങ്ങി, അച്ഛനെ ഒരുങ്ങി പ്രാർത്ഥിച്ച് ചെന്ന് കുട്ടിയുടെ മേൽ മാമോദിസ അങ്ങോട്ട് കൊടുത്ത് ആ രാത്രി ഇറങ്ങി കർത്താവ് അത്ഭുതം അങ്ങ് പ്രവർത്തിച്ചു. എൻ്റെ മകനെ ഡോക്ടർമാർ വിളിച്ചത് മിറാക്കിൾ ബോയ് എന്നാണ്. ഇപ്പോഴും അങ്ങനെയാണ്, മിറാക്കിൾ ബോയ്. കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊടുത്ത മിറാക്കിൾ ബോയ് എന്നാണ് ഡോക്ടർമാർ. അവിടെ മീറ്റിംഗ്, ഹോൾ ഹോസ്പിറ്റൽ സ്റ്റാഫ് മീറ്റിംഗ് അങ്ങോട്ട് കൂടി. എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കഴിവുകൊണ്ടാണ് ഈ കുട്ടി ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അവർ പ്രഖ്യാപിച്ചു അല്ലേ? മീറ്റിങ്ങിൽ പറഞ്ഞില്ലേ? അവർ പറഞ്ഞത് ഇതാണ്, we didn't do anything because we don't have anything to do. It was God's grace and your faith healed him. It was God's grace and it is your faith that healed this boy. എന്നിട്ട് അവർ വിളിക്കുന്ന വാക്കാണ് മിറക്കിൾ ബോയ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു കുടുംബം വന്ന് ഇവരുടെ അനുഭവം പറഞ്ഞപ്പോൾ ഈശോ 2 പ്രധാന കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഒന്ന്, ഈ കാലഘട്ടത്തിൽ സകല ദൈവമക്കളും അറിയാൻ ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്, വചനത്തിൻ്റെ പ്രവചനാതീതമായ ശക്തി. 2,
ഈ വചനം മാത്രം കേട്ട് ഇരുന്നാൽ അത് പോരാ എന്ന് പറയാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ആ വചനം അവരെ പൗരോഹിത്യത്തിലേക്കും വിശുദ്ധ കൂദാശകളിലേക്കും സഭയിലേക്കും നയിച്ചു. അങ്ങനെ അവർ രക്ഷയുടെ പൂർണ്ണത അനുഭവിക്കാൻ ദൈവം അവരെ സഭയിൽ സജീവ അംഗങ്ങളാക്കി മാറ്റി. ഒന്നാമതായി വചനത്തിൻ്റെ ശക്തി. അതായത് ഇന്ന് ഒരുപാട് പേര് ദൈവവചനത്തെ അത് തൃണവൽക്കണിക്കുകയാണ്, അത് നിസ്സാരവൽക്കരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ കൂടാ, എങ്ങനെയെങ്കിലും കൂടാം. എന്നാൽ ഒരുപാട് കുടുംബങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അഭിഷേകത്തിൽ സാക്ഷ്യം കേട്ടപ്പോൾ ഓരോ ആഴ്ചകളിൽ അവർ പറഞ്ഞത് അവർ മുട്ടുമേൽ നിന്ന് വചനം കേൾക്കാൻ തുടങ്ങി. അവർ വളരെ ശ്രദ്ധയോടെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുന്നത് പോലെ ഇരുന്ന് ദൈവഭയത്തോടും ദൈവഭക്തിയോടും വചനം കേട്ടു. അവർ ഒരുപാട് കുമ്പസാരിച്ച് ഒരുങ്ങി വചനം കേട്ടു. അവരെ കർത്താവ് വിശുദ്ധിയിലേക്ക് കൈപിടിച്ച് ഉയർത്തി. ഇങ്ങനെ ഒരുപാട് കാര്യം. അപ്പോൾ വചനത്തിന് വളരെ വലിയ സ്ഥാനം കൊടുത്ത് അവർ ദൈവവചനം, അതായത് വചനത്തിൻ്റെ പ്രവചനാതീതമായ ശക്തിയെ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ അംഗീകരിക്കണം. യെശയ്യായുടെ പ്രവചനത്തിൽ 55-ാം അധ്യായത്തിൽ 10ഉം 11ഉം തിരുലിഖിതങ്ങൾ അവിടെ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? മഴയും മഞ്ഞും ആകാശത്തുനിന്ന് വരുന്നു, അവ അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയപ്രദമായി ചെയ്യും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം, എൻ്റെ ഉദ്ദേശം. അപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവം ഏൽപ്പിക്കുന്ന കാര്യവുമായിട്ടാണ് ഓരോ വചനവും അയക്കപ്പെടുന്നത്. ഓരോ വചനവും അയക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ കുടുംബം പറഞ്ഞ അനുഭവം ശ്രദ്ധിച്ചോ? ഈ കുടുംബം കുവൈറ്റിൽ ഇരിക്കുകയാണ്. ഒരു വർഷത്തിന് മുമ്പ് ബാംഗ്ലൂർ കൺവെൻഷൻ നടന്നപ്പോൾ അവിടെ വചനപ്രഘോഷണ സമയത്തല്ല, വിശുദ്ധ ബലിമധ്യയുള്ള ആ മെസ്സേജ് വചന സന്ദേശ സമയത്തല്ല, ധ്യാനത്തിൻ്റെ വചനപ്രഘോഷണ സമയത്തല്ല, ഗാനശുശ്രൂഷ നടക്കുമ്പോൾ ഗാനശുശ്രൂഷ ചെയ്തിരുന്ന ആ ബ്രദർ ജോസ് താഞ്ചൻ ബ്രദർ ഒരു കാര്യം പറഞ്ഞു. ഇതാ ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ കർത്താവ് നിങ്ങളുടെ ഒരു അത്ഭുതം പ്രവർത്തിക്കും. ജോഷുവ 3:5 പറഞ്ഞു. അത് ഓൺലൈനിലൂടെ ലൈവ് ടെലികാസ്റ്റിലൂടെ സംപ്രേഷണം ചെയ്യപ്പെട്ടു. കുവൈറ്റിലിരുന്ന് ഈ ഫാമിലി അത് കേട്ടു. അത് അവർ കേട്ടെങ്കിൽ അത് മറന്നു, അങ്ങനെ വിട്ടുപോയി. അവർ ജോലിക്ക് പോയി. ഒരു വർഷം കഴിഞ്ഞ് അവരുടെ കുടുംബത്തിൽ അത്യപകടകരമായ ഒരു സ്ഥിതി തരണം ചെയ്യേണ്ടി വന്നപ്പോൾ, വളരെ ക്രിട്ടിക്കലായി വളരെ നിർണായകമായ മണിക്കൂറുകളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വചനത്തെ അവരുടെ ദൃഷ്ടിപഥത്തിലേക്ക് കൊണ്ടുവന്നു. ആ വചനം പ്രവർത്തിക്കാൻ തുടങ്ങി. ആ വചനം അവിടെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ വചനം അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. ആ വചനം ജീവൻ പകരാൻ തുടങ്ങി. ആ വചനം കർത്താവിൻ്റെ അത്ഭുത ശക്തിയായി അവിടെ പരിണമിക്കാൻ തുടങ്ങി. അവരുടെ ഹൃദയം രൂപാന്തരപ്പെട്ടു, അവരുടെ ഹൃദയം സ്പർശിക്കപ്പെട്ടു. അവർക്ക് നല്ല നിർദ്ദേശങ്ങൾ കൊടുത്തു. അവർക്ക് കാഴ്ചപ്പാടുണ്ടായി, അവർക്ക് വെളിച്ചമുണ്ടായി, അവർക്ക് പാതകൾ തെളിഞ്ഞു. അവർ പറഞ്ഞു, വേഗം നമുക്ക് പുറപ്പെടാം, നമുക്ക് പോയി ഒന്ന് കുമ്പസാരിക്കാം. ഒരു 5 ദിവസം താമസിച്ച് ധ്യാനം കൂടിയാൽ ഒരുപാട് പേർക്ക് കുമ്പസാരിക്കാൻ പറ്റാതെ കരിങ്കല്ല് പോലുള്ള ഹൃദയത്തോടെ ഇരിക്കുന്ന ആളുകളെ എനിക്കറിയാം. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഈ ഒരു വചനം അവരുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി. ഫ്രാൻസിസ് മാർപ്പാപ്പ എവഞ്ചേലി ഗൗദിയും സുവിശേഷത്തിന് സന്തോഷം എന്ന എക്സർസേഷനിൽ 22-ാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവവചനത്തിന് അതിൽ തന്നെ പ്രവചനാതീതമായ ഒരു ശക്തിയുണ്ട്. ഒരിക്കൽ വിതയ്ക്കപ്പെട്ടാൽ കർഷകൻ ഉറങ്ങുകയാണെങ്കിൽ പോലും സ്വയമേവ മുളച്ചു വരുന്ന ഒരു വിത്തിനെ പറ്റി സുവിശേഷം പറയുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 26-27 വരെ വാക്യങ്ങളിലാണ്. കർഷകൻ ഉറങ്ങുകയാണ്, ഒരിക്കൽ വിതച്ചു കഴിഞ്ഞു, പിന്നെ കർഷകൻ ഉറങ്ങുകയാണെങ്കിൽ പോലും സ്വയമേവ മുളച്ചു വരുന്നൊരു വിത്ത് ദൈവവചനം. മാർപ്പാപ്പ പറയുകയാണ്, വചനത്തിൻ്റെ നിയന്ത്രണാതീതമായ ഈ സ്വാതന്ത്ര്യം സഭ അംഗീകരിക്കണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മകനെ, മകളെ, വചനത്തിൻ്റെ പ്രവചനാതീതമായ ഈ ശക്തി, വചനത്തിൻ്റെ നിയന്ത്രണാതീതമായ ഈ സ്വാതന്ത്ര്യം എൻ്റെയും നിങ്ങളുടെ ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. ഇത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തെ അയച്ച് ദൈവം പഠിപ്പിച്ചതാണത്. നമ്മുടെ കണക്കൂട്ടലുകൾക്കും ചിന്താരീതികൾക്കും അതീതമായ വിധത്തിൽ ദൈവവചനം അത് ആഗ്രഹിക്കുന്നത് നടപ്പാക്കും.
നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകൾക്കും നമ്മുടെ എല്ലാ ചിന്തകൾക്കും അതീതമായി ദൈവവചനം അത് ആഗ്രഹിക്കുന്നത് നടപ്പാക്കുമെന്ന് നമ്മുടെ മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണ് യെശയ്യായുടെ പുസ്തകത്തിൽ 55-ാം അധ്യായത്തിൽ 10-11 വാക്യങ്ങൾ. പ്രഭാഷകൻ 42:15 അത് തന്നെ പഠിപ്പിക്കുന്നത്. തൻ്റെ പ്രവർത്തികൾ വചനം വഴി അവിടുന്ന് നിർവഹിക്കുന്നു. എവഞ്ചലി ഗൗദിയം എന്ന ആ എക്സർട്ടേഷനിൽ മാർപ്പാപ്പ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. 21-ാമത്തെ പാരഗ്രാഫിൽ മാർപ്പാപ്പ പറയാണ്, യേശു ഒരിടത്ത് വചനം വിളച്ചു കഴിഞ്ഞാൽ, ഒരിടത്ത് വചനപ്രഘോഷണം കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാനോ കൂടുതൽ അടയാളങ്ങൾ കാണിക്കാനോ അവിടെ തങ്ങി നിൽക്കുന്നില്ല. മറ്റ് പട്ടണങ്ങളിലേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് അവിടുത്തെ പ്രേരിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതായത് വചനം പ്രഘോഷിച്ച് കഴിഞ്ഞാൽ പിന്നെ വചനം പ്രഘോഷിക്കുന്ന ആൾ അവിടെ കിടന്ന് ഓരോ ടെക്നിക്കുകൾ അഭ്യാസങ്ങൾ കാണിക്കേണ്ട കാര്യമില്ല. ഓവർ കെയർ, ഒരു ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് ചില അഭ്യാസങ്ങൾ അവിടെ കാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി മാർപ്പാപ്പ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, യേശു ഒരു പട്ടണത്തിൽ വചനം പ്രഘോഷിച്ച് കഴിഞ്ഞാൽ യേശു ഉടനെ പറയും, എനിക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു, അവിടെയും വചനം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈശോ ദൈവവചനത്തിൻ്റെ നിയന്ത്രണാതീതമായ ശക്തിയെ അംഗീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ദൈവപുത്രനാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു സംഭവത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചൊരു കാര്യം വചനത്തിൻ്റെ പ്രവചനാതീതമായ ശക്തി, ദൈവവചനത്തിൻ്റെ നിയന്ത്രണാതീതമായ ശക്തി, ദൈവവചനത്തിൻ്റെ മേൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൗത്യം അത് ആഗ്രഹിക്കുന്നത് പോലെ നടപ്പാക്കും. അതാര് പറഞ്ഞാലും, അത് താഞ്ചൻ ബ്രദർ പറഞ്ഞാലും, അത് വൈദികൻ പറഞ്ഞാലും, അത് സിസ്റ്റർ പറഞ്ഞാലും, യുവാവ് പറഞ്ഞാലും, യുവതി പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനമാണ് അത് ഫലം പുറപ്പെടുവിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച രണ്ടാമത്തെ കാര്യം, ഒത്തിരി പേര് ഈ കാലഘട്ടത്തിൽ ദൈവവചനം മാത്രം മതി, വചനം 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 എന്ന് പറഞ്ഞ് അതിൽ മാത്രം തങ്ങി നിൽക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. എന്നാൽ ഈശോ ഈ കാലഘട്ടത്തിൽ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ദൈവവചനം ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ആ വചനം നമ്മെ വിശുദ്ധ കൂദാശകളിലേക്കും സഭയിലേക്കും നയിക്കുന്നു. സഭയുടെ പരിപോഷണത്തിനാണ്, ദൈവത്തിൻ്റെ സഭയുടെ കെട്ടുപണിക്ക് വേണ്ടിയിട്ടാണ്, അത് ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ വചനം എന്നെയും നിങ്ങളെയും അഭിഷേകം ചെയ്യുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതാ ഈ വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ വചനം പ്രവേശിച്ചു. ഈ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തെ ഒരുക്കി ഒരു നല്ല കർഷകനെ പോലെ, ഒരു അമ്മയെ പോലെ ആ ഹൃദയം നന്നായി ഒരുക്കി അനുതാപം കൊണ്ട് നിറഞ്ഞ് ആ ഹൃദയത്തെ ഇതാ ഒരു വൈദികൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. ഒരു കൂദാശ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുകയാണ്. കൂദാശകളിലേക്ക് ദൈവത്തിൻ്റെ വചനം ആത്മാവിനെ അടുപ്പിക്കുകയാണ്. രണ്ടുപേരും കൂടെ കുമ്പസാരിക്കാൻ പോവുകയാണ്, ദേവാലയത്തിലേക്ക് പോവുകയാണ്, പൗരോഹിത്യ ശുശ്രൂഷകൾ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ്, വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ കാലഘട്ടത്തിൽ ഈ സമൂഹം ചവിട്ടിമതിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. 1 പൗരോഹിത്യം, 2 വിശുദ്ധ കൂദാശ, കുമ്പസാരം, 3 കുർബാന. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പൗരോഹിത്യം, കുമ്പസാരം, കുർബാന. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വേറെ ഒരു മനുഷ്യൻ അവിടെ സംസാരിക്കാനായിട്ട് സമയമില്ല. ഒരു മനുഷ്യൻ അവരെ സമീപിക്കാൻ പറ്റാത്തത്ര ഒരു കഠിന ദുഃഖത്തിലാണ്. അവരുടെ ഉള്ളിൽ ദൈവം തന്നെ നേരിട്ട് സംസാരിക്കുകയാണ്, വചനം നേരിട്ട് പ്രവർത്തിക്കുകയാണ്. അവരെ നേരെ വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലേക്ക് കൊണ്ടുപോയി. അവർക്ക് എണ്ണി പറയാൻ പറ്റുന്ന വിധത്തിലുള്ള മാനസികാവസ്ഥയിൽ അവർ വാവിട്ട് നിലവിളിച്ചു. കണ്ണുനീർ കണങ്ങൾ അവർക്ക് വേണ്ടി സംസാരിച്ചു. ദൈവം അവരുടെ ജീവിതത്തെ കഴുകി, അവരുടെ ആത്മാവിനെ ദൈവം കഴുകി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവർ ഈ ആശ്വാസത്തോടെ തിരിച്ചു പോന്നു. വൈദികൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് ആ വൈദികൻ നന്നായിട്ടൊന്ന് കുർബാന അർപ്പിച്ച്, ആ വൈദികന് കിട്ടിയ ജ്ഞാനം, ആ വൈദികൻ ദൈവം തന്നെ ഇത് കരഞ്ഞിട്ടുണ്ടാവും, എൻ്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യണം, ഇതാ എൻ്റെ അങ്ങ് ഏൽപ്പിച്ച് എൻ്റെ ഒരു കുടുംബം തകർന്നിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. നന്നായിട്ട് ആ കുടുംബത്തിന് വേണ്ടി ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുക. അങ്ങനെ ആ വൈദികൻ നന്നായിട്ട് ആ കുടുംബത്തിന് വേണ്ടി ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് ആ വൈദികൻ മാമോദിസയ്ക്കുള്ള മൂറോൻ തൈലവുമായി നേരെ ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മരണാസന്നായി കിടക്കുന്ന ആ കുട്ടിയുടെ മേൽ അടുത്തൊരു കൂദാശ, മൂറോൻ തൈലം പൂശി മാമോദീസ. സഭയിലെ ഒരു സഭ ഐക്യത്തിലേക്ക് കർത്താവ് നയിക്കുകയാണ്. സഭയെക്കുറിച്ച് കർത്താവ് നമ്മൾ മനസ്സിലാക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. മൂറോൻ തൈലം പൂശി ആ വൈദികൻ ഒരു കൂദാശ ആ കുഞ്ഞിന് വേണ്ടി പരികർമ്മം ചെയ്തു, വിശുദ്ധ മാമോദീസ കൊടുത്ത്. ആ വൈദികൻ തിരിച്ചു പോന്നു.
പ്രിയപ്പെട്ട സഹോദരൻ, വചനം പ്രഘോഷിച്ച് കഴിഞ്ഞാലും കൂദാശകൾ പരികർമ്മം ചെയ്തു കഴിഞ്ഞാലും പിന്നെ പരികർമ്മം ചെയ്യുന്ന ആൾ അവിടെ ചുറ്റിപ്പറ്റി അധികം നിൽക്കുന്നില്ല. ആ വൈദികൻ തിരിച്ചു പോന്നു. ആ രാത്രി ദൈവത്തിൻ്റെ ശക്തി അവിടെ ഇറങ്ങി. ആ കുട്ടിയുടെ ശരീരത്തിൽ പ്രകടമായ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. രാത്രി 6.4 കിലോ തൂക്കമുണ്ടായിരുന്ന കുട്ടി നേരം വെളുത്തപ്പോൾ 2 കിലോ കുറഞ്ഞ് വളരെ പ്രകടമായി വ്യക്തി. രാത്രി മുഴുവൻ കണ്ടിന്യൂസ് ആയി മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയണത്. ഞാൻ ചിന്തിക്കുകയാണ്, ആകെ ചെറിയ കുട്ടി, 6 മാസം 8 മാസം ചെറിയ കുട്ടി, അതിനിങ്ങനെ ബക്കറ്റ് കണക്കിന് മൂത്രം ഒഴിക്കാൻ ആ കുഞ്ഞിനെ എങ്ങനെ സാധിക്കും? ആ കുഞ്ഞിൻ്റെ മൂത്രസഞ്ചിക്ക് ഇത്ര വലിയ വലുപ്പം, ഇത്രയും വെള്ളം എവിടുന്ന് കുടിച്ച്? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു ഡെലിവറൻസ് സംഭവിച്ച് വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുമ്പോൾ അതിശക്തമായ വിധ ഡെലിവറൻസ് സംഭവിക്കുന്നു. വിപരീത ശക്തികൾ ശരീരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഒരു ഡെലിവറൻസ് സംഭവിച്ച് ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പിന്നീട് പെട്ടെന്ന് റിക്കവർ. 24 മണിക്കൂറിനുള്ളിൽ കുട്ടിയെ നോർമലായി, കുട്ടിയെ ഓർഡിനറി റൂമിലേക്ക് അങ്ങോട്ട് മാറ്റി. ആ കുട്ടിക്ക് ഒരു കേടുമില്ല, തുള്ളിച്ചാടി നടക്കുക. ആ കുട്ടിയുമായിട്ട് വന്ന് അട്ടപ്പാടി സെഗ്യോൻ ധ്യാന അൾത്താരയിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. 4 കാര്യങ്ങൾ കർത്താവ് ഇതിൽ പെടുത്തി. 1, ദൈവവചനത്തിൻ്റെ പ്രവചനാതീതമായ ശക്തി. 2, വചനം മാത്രം മതി എന്ന് പറഞ്ഞിരിക്കരുത്. വചനം നമ്മളെ വിശുദ്ധ കൂദാശകളിലേക്ക് നയിക്കുന്നു. പ്രത്യേകിച്ച് 3 കൂദാശകൾ. 1, വിശുദ്ധ കുംഭസാരം. 2, വിശുദ്ധ കുർബാന. 3, മാമോദീസ, പൗരോഹിത്യ ശുശ്രൂഷ. ഇതിലേക്ക് കർത്താവ് നയിക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുസഭയോടുള്ള ഐക്യത്തിലേക്കാണ് പരമമായി വചനം നമ്മളെ നയിക്കുന്നത്. എല്ലാവരും ഈ സമയത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ്. പരിശുദ്ധ കുർബാന വെച്ച് ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവിൻ്റെ മനസ്സെന്താണ്? 1 കൊരിന്തോസ് 2:16 പറയുകയാണ്, ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. ഈ കാലഘട്ടത്തിൽ സാധാരണ മനുഷ്യരിലൂടെ എൻ്റെ കർത്താവ്, സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് തുറക്കാം. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വളർച്ചയുടെ പാതയിൽ ചിലപ്പോൾ സാത്താൻ നമ്മളെ കബളിപ്പിക്കും. നമുക്ക് ദൈവവചനത്തോട് താല്പര്യം തോന്നാതെയാവും. ചിലപ്പോൾ ദേവാലയത്തിൽ പോകാൻ പൗരോഹിത്യത്തോട് താല്പര്യം തോന്നാതെയാവും. ചിലപ്പോൾ വിശുദ്ധ കുംഭസാരത്തോട് താല്പര്യമില്ലാതെയാവും. ചിലപ്പോൾ വിശുദ്ധ കുർബാനയോട് ഒരു അനുഭവം ഇല്ലാതെയാവും. ചിലപ്പോൾ ഈ മാമോദീസ, വിശുദ്ധ കൂദാശകൾ, ഇതിനെക്കുറിച്ചൊന്നൊരു കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് മനസ്സ് അന്ധമായി പോകുന്ന അവസ്ഥയുണ്ടാകും. ഈ സമയം എളിമപ്പെട്ട് മുട്ടുമ്പോൾ നിന്ന് കൈകൾ ഉയർത്തി, എൻ്റെ ഈശോയെ എൻ്റെ കണ്ണ് തുറന്ന്, എൻ്റെ പിതാവ് എൻ്റെ കണ്ണ് തുറന്നു തരണമേ, എൻ്റെ സ്വർഗീയ അപ്പച്ച എൻ്റെ കണ്ണ് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കാണേണ്ടത് കാണാൻ, അറിയേണ്ടത് അറിയാൻ, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. 2 കരങ്ങളെ ഉയർത്തുന്നു, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. പിതാവേ, കണ്ണുകൾ തുറന്നു തരണേ. പിതാവേ, പിതാവേ, കണ്ണുകൾ തുറന്നു തരണേ. എനിക്കേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്കായുസ്സു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്രകാലം നിന്നെ പുകഴ്ത്തിയാലും മതി തീരുമോ, എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്രകാലം നിന്നെ പുകഴ്ത്തിയാലും